ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു പ്രൊമോയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ സരയു ആ ഒരു വലിയ സത്യം അറിഞ്ഞിരിക്കുകയാണ് കേട്ടോ. സരയു ആണെങ്കിൽ സരയുവിന് പല സംശയങ്ങളുമുണ്ട്. തൻ്റെ അമ്മയല്ല ശാരി എന്നും അതുപോലെ തന്നെ പല പ്രാവശ്യമായിട്ട് താരയുടെ മകളാണ് സരയു എന്നുമുള്ള കാര്യങ്ങളൊക്കെ പലപ്പോഴും അവളുടെ മുന്നിൽ വെച്ച് കിരണായാലും കല്യാണി ആയാലും എല്ലാവരും ഇങ്ങനെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ തൻ്റെ അമ്മയ്ക്ക് ഈയിടെയായിട്ട് നല്ല മാറ്റമുണ്ട്, നല്ല വിഷമവും കാര്യങ്ങളൊക്കെ തന്നെയുണ്ട്. അതിനൊക്കെ എന്താണ് കാരണമെന്ന് സരയുന് മനസ്സിലാകുന്നില്ല. എന്തായാലും ഇതിൻ്റെ പിന്നിൽ എന്തെങ്കിലും സത്യമുണ്ടോ, എന്താണെന്ന് തനിക്ക് അറിഞ്ഞിരിക്കണമെന്നുള്ള ഒരു ഉറച്ച തീരുമാനവും എടുത്ത് അവൾ നേരെ ആ ഒരു DNA ടെസ്റ്റ് എന്ന ഒരു കാര്യത്തിന് വേണ്ടി ഇറങ്ങുകയാണ്. അങ്ങനെ തൻ്റെ മുടിയും അതുപോലെ തന്നെ അമ്മയുടെ അതായത് ശാരിയുടെ മുടിയും കൂടി കൊടുക്കുകയാണ്. അങ്ങനെ അത് കൊണ്ടുപോയി ആ ഒരു സ്ത്രീയെ ഏൽപ്പിക്കുന്നുണ്ട്. അങ്ങനെ ആ സ്ത്രീ അതൊക്കെ പരിശോധിച്ചതിന് ശേഷം സരയുവിനോട് വന്ന് പറയുകയാണ്, അതെ, ഈ കുട്ടി അത് താനാണ് ആ ഒരു കുട്ടിയെന്ന് അവരെ ഇതുവരെ അറിയിച്ചിട്ടില്ല. അങ്ങനെ പറയുന്നുണ്ട്, തന്ന രണ്ട് മുടികൾ തമ്മിൽ യാതൊരു മാച്ചില്ല, ആ കുട്ടിയുടെ അമ്മയല്ല ആ അമ്മ എന്നിങ്ങനെ പറയുന്നുണ്ട്. അതായത് സരയുവിൻ്റെ അമ്മയല്ല ശാരി എന്ന സത്യം ആ സമയത്ത് സരയു മനസ്സിലാക്കുകയും ചെയ്യുന്നുണ്ട്. ഇതോടുകൂടി സരയു ആകെ തകർന്ന് തരിപ്പണാവാണ്, കരഞ്ഞ് പൊട്ടിക്കരയുന്നുണ്ട്. അതുപോലെ തന്നെ വീട്ടിലേക്ക് കരഞ്ഞുകൊണ്ടൊക്കെയാണ് വരുന്നത്. അപ്പോൾ ശാരി ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ ശാരി ചോദിക്കുന്നുണ്ട്, എന്താ മോളെ, മോൾക്ക് എന്താ പറ്റിയെന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് അമ്മയോട് പൊട്ടിത്തെറിക്കുകയാണ്. എനിക്ക് എന്താ പറ്റിയത്, എൻ്റെ വിഷമം എന്താണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അമ്മ എനിക്ക് പരിഹാരം കണ്ടെത്തി തരൂ എന്നൊക്കെ ചോദിച്ചിങ്ങനെ ദേഷ്യപ്പെടുകയാണ്. അതിനുശേഷമാണെങ്കിൽ എങ്ങുമില്ലാത്ത ഓരോ കാര്യങ്ങളൊക്കെയാണ് ചെയ്യുന്നത്. ദൈവത്തിനെ തൊഴുന്നുണ്ട്. അവളങ്ങനെ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ആയിട്ട് മനസ്സിന് ഒരു സമാധാനവും ഇല്ലാത്തത് കൊണ്ട് തന്നെ പ്രാർത്ഥന ആയിട്ട് ഇങ്ങനെ നടക്കുകയാണ്. എങ്കിൽ പോലും അവൾക്ക് ആകെ ഒരു ആശ്വാസം എന്ന് പറയുന്നത് ഇപ്പോൾ മനോഹറാണ്. അങ്ങനെ മനോഹർ ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടല്ലോ, അതുകൊണ്ട് തന്നെ മനോഹറിൻ്റെ നെഞ്ചിലേക്ക് ഇങ്ങനെ ചാരി കിടക്കുന്ന ഒരു ഭാഗമുണ്ട്. അപ്പോൾ എന്തായാലും ഇങ്ങനെയൊക്കെ അറിഞ്ഞാൽ പോലും തൻ്റെ ഇഷ്ടപ്പെട്ട തനിക്ക് നല്ലൊരു ഭർത്താവിനെ കിട്ടിയല്ലോ എന്നൊരു സന്തോഷത്തിലാണ് സരയു നടക്കുന്നത്. പക്ഷേ അതിനിടയിലാണെങ്കിൽ നമ്മുടെ ശാരിയും രാഹുലും ആ ഒരു കുഞ്ഞിനെ അവിടെ നിന്ന് മാറ്റുകയാണ്. അങ്ങനെ ആ കുഞ്ഞിനെ ഒരു ഭിക്ഷാടകൻ പോലെ ഒരാൾക്ക് ഇങ്ങനെ കൈമാറുകയും ചെയ്യുന്നുണ്ട്. ആ കുഞ്ഞിനെ അതേ സമയത്ത് ആ കുഞ്ഞിനെ ഈ മാറ്റുന്നത് അറിഞ്ഞ കിരണും ചന്ദ്രസേനനും ആ കുഞ്ഞിനെ ഏറ്റെടുത്തിട്ട് നേരെ നമ്മുടെ താരയ്ക്ക് കൈമാറുകയാണ്. താരയാണ് പിന്നീട് ആ കുഞ്ഞിനെ വളർത്തുന്നത്. ലക്ഷങ്ങൾ കൊടുത്തിട്ടൊക്കെ തന്നെയായിരിക്കും ആ കുഞ്ഞിനെ വാങ്ങിക്കുന്നത്. പക്ഷെ അത് ശാരിയും രാഹുലും അറിയുന്നില്ല. അങ്ങനെ കുഞ്ഞിനെ കാണാതെയാകുമ്പോൾ ആ ഒരു വിഷമവും നമ്മുടെ സരയുവിൻ്റെ മനസ്സിലുണ്ട്. സരയു ആകെ തകർന്നു പോവുകയാണ്. അപ്പോഴും മനോഹർ ഉണ്ടല്ലോ, മനോഹർ സമാധാനിപ്പിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് സരയുവിനെ. ഇതിനെല്ലാത്തിനും ഒടുവിലായിരിക്കും ആ വലിയ സത്യം നമ്മുടെ സരയു മനസ്സിലാക്കുന്നത്. മനോഹർ എങ്ങനെയുള്ള ആളാണെന്ന്, മനോഹർ ലോകം മുഴുവനും പെണ്ണുകെട്ടി നടക്കുന്ന ഒരുത്തനാണ്, ഒരു വലിയൊരു ക്രൂരനാണ് എന്നുള്ളൊരു സത്യം അവൾ മനസ്സിലാക്കുന്നു. അതോടുകൂടി ആകെ തകർന്ന് തരിപ്പണാവാണ്. പിന്നെ ഒന്നിനും അവൾക്ക് പറ്റുന്നില്ല. കാരണം തൻ്റെ അമ്മ സ്വന്തം അമ്മയല്ലെന്ന് മനസ്സിലായി, കുഞ്ഞ് നഷ്ടപ്പെട്ടു, പിന്നെ ഭർത്താവും ഇങ്ങനെയാണെന്ന് മനസ്സിലായി. അങ്ങനെ ശരിക്കും ഒരു മുഴുപ്രാന്തിയെ പോലെ ആവുകയാണ്. എന്തായാലും പിന്നീട് നല്ല രീതിയിൽ അവളെ ചികിത്സിച്ച് നല്ല രീതിയിൽ ഭേദമാക്കുമ്പോൾ കിരണിനോടും കല്യാണിയോടൊക്കെ ചെന്ന് മാപ്പ് പറയുകയും ചെയ്യുന്നുണ്ട് നമ്മുടെ സരയു. അങ്ങനെ സരയുവിനെ നല്ലൊരു ജീവിതത്തിലേക്ക് അവർ കൊണ്ടുവരികയും ചെയ്യുകയാണ്. ആ താരയുടെ കയ്യിലുള്ള ആ കുഞ്ഞിനെ അവൾക്ക് തിരികെ കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. കുറേ നാളുകൾക്ക് ശേഷമാണെങ്കിലും കുഞ്ഞിനെ കിട്ടിയ സന്തോഷത്തിൽ അവൾ അങ്ങനെ പോകുന്നുണ്ട്. എന്തായാലും സ്വന്തം ഒരു അമ്മയ്ക്ക് പകരം രണ്ടമ്മയെ കിട്ടിയ ആ ഒരു സന്തോഷം അവളുടെ മുഖത്തുണ്ട്. എനിക്ക് ഒരു അമ്മയല്ലല്ലോ, രണ്ടമ്മയുണ്ടല്ലോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് എന്തായാലും അവർ നല്ല സന്തോഷത്തോടു കൂടി തന്നെയായിരിക്കും പിന്നീട് അങ്ങോട്ടുള്ള ജീവിതവും. അതിനിടയിൽ നമ്മുടെ മനോഹറിനെ പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു ഭാഗമൊക്കെയുണ്ട്. ഓക്കെ ഫ്രണ്ട്സ്, ബൈ, താങ്ക് യു.